തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. കാൽവറിയിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ്റെ യാഗമായി. 2 സയൻസ് കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ബാക്കി നാളെ മുതൽ വിശുദ്ധ വെളിപ്പാട്. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അതിനാസ്പദമായി യേശു പറഞ്ഞു, ഒരിടത്ത് ഇസ്രായേൽ തളിർക്കും, ഒരു യുദ്ധത്തിൻ്റെ ശങ്കുലികൾ ഊരമ്പും വെട്ടുവിളയും കേൾക്കും. അതിനോടൊപ്പം തന്നെ അവൻ അടുക്ക വാതിൽക്കൽ, അവൻ വരുന്നതിന് മുമ്പ് നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ച വട്ടത്തേക്ക് അവൻ നിയമത്തെയും സമയത്തേക്കും മാറ്റിക്കളയും. ദ നെക്സ്റ്റ് വൺ 2 സയൻസോട് അവൻ ഉലകത്തെ കാണും, അവൻ്റെ ശബ്ദം കേൾക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദൈവമക്കൾ ബൈബിൾ തുറന്നാട്ടെ. ദാനിയേൽ ദീർഘദർശിൻ കടിതം ചാപ്റ്റർ 7 വേഴ്സ് 7 and 8. അതുകൂടെ വായിക്കും. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതായിരുന്നു മോൻ ആദ്യം വായിച്ചത്. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ തുടർച്ചയായി ഒരേക ലോകഭരണം. അടുത്ത വായിച്ചാട്ട് മോനെ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം. അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണങ്ങളെ മുഴുവൻ അവൻ ചവിട്ടിക്കളഞ്ഞു. അതിനവസ്ഥമായി ജനാധിപത്യം ഭരണം വരുന്നു. അടുത്തത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് യൂറോപ്പിന്റെ അധികാരത്തിൽ ഒരു ഭരണം വീണ്ടും തിരിച്ചു വരും. ഇത് വായിച്ചാട്ട് മോനെ. ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. കരമുയർത്ത. ഇതാ വെളിപ്പാട് 13:1. 10 കൊമ്പ് 7 തല. ദാനിയേൽ ഈക്വൽ ടു ബുക്ക് ഓഫ് റെവലേഷൻ. അഥവാ വെളിപ്പാടും ദാനിയേലും 1 ഏക ലോകഭരണം. അതിനാൽ വായിച്ചാട്ട് മോനെ, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ വായിച്ചാട്ട് അതിന്റെ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇവന്റെ പേരാ എതിർ ക്രിസ്തു. ഉലകത്തെ ഭരിക്കുവാൻ കൃപായുഗം കഴിഞ്ഞാൽ യേശു പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കൽ ചെറിയ കൊമ്പ്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ഈ 3 ഭരണം ഇവിടെ തീരും. അതാ ഇസ്രായേൽ ഹമാസ്. ലോകം ഞെട്ടി തുടങ്ങി. ഗർഭിണിക്ക് ഈറ്റുനോവിൻ്റെ ആരംഭം. 1 ജനാധിപത്യ ഭരണം. ഇന്ത്യ പോലും വിറയ്ക്കുന്ന അച്ചായ അമ്മാമേ. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരോടും ചോദിക്കാതെ റഷ്യയെ പോയി. ഇസ്രായേലും അമേരിക്കയായിട്ട് കൈ കൊടുത്തിട്ട് റഷ്യയെ പോയി. അതിന് 2 പേരോടെ ചൂടാ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട്. ഞങ്ങളറിയാതെ എന്തിനാ റഷ്യയെ പോയി? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഉക്രൈനിലൂടെ പോയി പ്രൈസലോട് കൊടുക്കാൻ. പത്രിക വായിച്ചില്ലേ? സ്വോത്രം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോടും ചോദിക്കാതെ ഇസ്രായേലിൻ്റെ 52% ആയുധം മേടിച്ച് ഇവിടെ കൂട്ടി വെച്ചുക. തമിഴ്നാട്ടിൽ പെരുമ്പൂരെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇസ്രായേലിൻ്റെ ആയുധം മൊത്തം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മോഡി സാറ്. ഇപ്പോൾ ഹമാസിന് അടിക്കുക ആയുധം എല്ലാം ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 3 കപ്പൽ വായ്പ ഇസ്രായേൽ ഇങ്ങോട്ട് കൊടുത്തത് ബാങ്ക് വട്ടി കൊടുക്കുന്ന പോലെ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു. സ്വോത്രം. ഇതെല്ലാം അറിഞ്ഞിട്ട് റഷ്യയെ പോയി. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡനും ഇഷ്ടപ്പെട്ടില്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഉക്രൈൻ നമ്മുടെ സഹോദരനാണ്, അതുകൊണ്ട് സാർ ഉക്രൈനിൽ പോയി അവന് ഒരു ഹല്ലേലൂയ കൊടുക്കണമെന്ന്. அதுக்கு தான் நேட்டுக்கு போய் போலண்டு இருக்குது. இந்த யோகம் நடக்குது. நம்ம முதலமைச்சர் ഉക്രൈനിൽ പോയിരിക്കുന്നത്. സ്വോത്രം. അതാ ജനാധിപത്യ ഭരണവും കുലുങ്ങാൻ തുടങ്ങി. അടുത്തത് ഷേഖുമാർ മുഴുവൻ രാജാധിപത്യ ഭരണം. ദാണ്ട പശ്ചിമേഷ്യ, സൗദി, ഖത്തർ, ബഹറിൻ, കുവൈറ്റ്, തുർക്കി എല്ലാ അണ്ണന്മാരും ഇങ്ങനെ പറച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ പ്രശ്നത്തിൽ ഉറക്കമുണ്ടോ? ആരാ ഉറങ്ങുന്ന ഹല്ലേലൂയ പാടുന്നത്? ബാക്കി ഒരുത്തനും ഉറക്കമില്ല. സ്വോത്രം. സൗദി ഷേഖിനും ഇല്ല, മുഖ്യമന്ത്രിക്കും ഇല്ല. ഇവിടെ നമ്മളെപ്പോലുള്ളവർ പ്രസംഗിച്ച് നീങ്ങിപ്പോൾ എൻ്റെ ഭാരങ്ങൾ കഴിച്ച് ഒരു ഗുളിയം കഴിച്ച് കിടന്നാൽ പിന്നെ ഇടിവെട്ടിയാലും അറിയത്തില്ല, രാവിലെ കാണും എഴുന്നേക്കുന്ന. സ്വോത്രം. ബാക്കി ഒരുത്തനും ഉറക്കമില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത് ഉറങ്ങണമെങ്കിൽ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് 1 രാജാധിപത്യം, 2 ജനാധിപത്യം, ഏകാധിപത്യം. റഷ്യയിലെ പുട്ടിൻ കടന്ന് കരയുന്നു. അവിടെ ഉക്രൈൻ ഇപ്പോൾ തിരിച്ചടി തുടങ്ങി. ചൈനയിൽ മങ്കി പോക്സ് വരുന്നു, അവൻ പേടിക്കുന്നു. കൊറിയയിലെ കിങ് ജോങ്. യവന്മാരെല്ലാം വിറച്ചുകൊണ്ടിരിക്കുക 3 എണ്ണം വീഴുമെന്ന്. ഊരമ്പല, ചിന്നമാമ, നാട്ടുമാങ്ങ, പൊന്തമാങ്ങ, മൂവാണ്ടനും കോട്ടുകോണം ഒറ്റയ്ക്ക് വലിക്കുന്നവരെ 3 എണ്ണത്തിന് ഒറ്റ വലിക്കുമെന്ന്. സ്വോത്രം. അതാ രാജാധിപത്യവും ജനാധിപത്യവും ഏകാധിപത്യം 3 എണ്ണം വീഴുമെന്ന്. 3 കൊമ്പ് പേരോടെ പറഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ഒരേക ലോക ഭരണം. 2 സയൻസ് വായിക്കാം. ആ കൊമ്പുകളിൽ അവൻ ലോകത്തെ നോക്കാൻ പോകുന്നു. അടുത്ത വായിക്കാം. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു. അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണ്. അവൻ ലോകത്തെ നോക്കാതായി. കോവിഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ അതിനാസ്പദമായി സകലരെ മൊബൈലിൻ്റെ അടിമത്തത്തിൽ കൊണ്ടുവന്നു. ഇൻ്റർനെറ്റ്. സ്കൂൾ അടച്ചു, കോളേജ് അടച്ചു, പിന്നെ ബാങ്ക് അടച്ചു, എല്ലാം ഓൺലൈൻ. സന്തോഷമില്ലല്ലോ? അന്നോട്ടല്ലേ 2 പേര് വന്ന തമിഴ്നാട്ടിലും കേരളത്തിലും ഓൺലൈനാണ് ഓഫ്ലൈനാണ്. സന്തോഷമില്ലല്ലോ? കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടില്ല, നൗ ഓൺലൈൻ ദെൻ ഓഫ്ലൈൻ. 2 മാസം ഓൺലൈൻ പിന്നെ ഓഫ്ലൈൻ. അതിൻ്റെ അർത്ഥം ക്യാമ്പസ് 2 മാസം, വീട്ടിലേക്കുള്ള 2 മാസം. അതാ ഓൺലൈൻ. എല്ലാവരും പഠിച്ചില്ലയോ? കമ്പ്യൂട്ടർ പഠിക്കാത്ത ആരുണ്ട്?
കുഞ്ഞുങ്ങളെ മുഴുവൻ പഠിച്ചു. നമ്മുടെ രേഖ മൊത്തം കോവിഡ് വാക്സിൻ്റെ പറയിൽ അവനും കൊണ്ടുപോയി. വാക്സിൻ എടുക്കാൻ നേരം നിങ്ങളിവിടെ ഊരമ്പി ചെന്ന് ടോക്കൺ എടുത്തോ, മൊബൈലിൽ മെസ്സേജ് വന്നത് ചിന്നമാമ ഇത്രാം തീയതി വരണം, ചെങ്കവിള സ്കൂളിൽ കീക്ക് കൂക്കു മൊബൈൽ പറഞ്ഞ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഡേറ്റ മുഴുവൻ കൈവച്ച വഴിയാധാരമായിട്ട് അവൻ്റെ കൈ കൊണ്ടുപോയി. ന്യൂ വേ വേൾഡ് ഓർഡർ, അതായി മൊബൈലിൽ സ്ലോട്ട് വന്ന ഇത്ര സമയത്തൊന്ന്. അങ്ങനെയെങ്കിൽ ഈ രേഖ, അതുകൊണ്ട് ഇന്ത്യ സുപ്രീം കോടതി എടുത്ത് ബുദ്ധിമുട്ടുന്ന ആധാറിൻ്റെ രേഖകൾ പലതും കൊണ്ടുപോയെന്ന്. അങ്ങനെയെങ്കിൽ അവൻ നോക്കും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം നടുവേദനയായിട്ട് ഇപ്പം കസേര ഇരുത്തിയിരിക്കുക. അന്ത്യകാലം ഈ പോക്ക് പോയാൽ കുഞ്ഞുങ്ങൾക്ക് തടവാൻ നല്ല എണ്ണയും ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിയ ലെൻസിൻ്റെ കണ്ണാടിയും മേടിക്കേണ്ടി വരും. സ്വോത്രം എല്ലാം അവനെ ഓൺലൈനിൽ കൊണ്ടുവന്നിരിക്കുക. അന്ത്യകാലമായി. അതുകൊണ്ടല്ലേ കമ്പ്യൂട്ടർ സകലരും പഠിച്ചത്. ദാണ്ടേക്കുന്നു ഈ കുഞ്ഞുമോൻ ആയിരിക്കുന്ന ചിക്കും നല്ല കുഞ്ഞുങ്ങൾ, സ്വോത്ര അരിമേന കുളന്തകൾ. ഇവർക്ക് പണ്ട് അമ്മച്ചി മൊബൈൽ കൊടുക്കാമായിരുന്നു, പട്ടിയിലിട്ടേക്കുമായിരുന്നു. വേണമെങ്കിൽ പഴയ നോക്കിയ എടുത്ത് ഗെയിം കളിക്കാൻ പറയായിരുന്നു. സ്കൂൾ അടച്ചപ്പോൾ തമിഴാകട്ടെ കേരളാകട്ടെ കുഞ്ഞുങ്ങൾ പഠിച്ചു. ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, ഫേസ് മീറ്റ്, സ്കൂൾ ആപ്പ്, ഫേസ് ആപ്പ്, പിന്നെ പെന്തിക്കോസിലെ പാസ്റ്റർമാർ മൊത്തം സൂമിനകത്തായി. സ്വോത്രം ഇവിടെ കോവിഡും തീർന്ന് മാസ്കും പോയി, സാനിറ്റൈസറും പോയി, നമ്മുടെ വണ്ടികളെല്ലാം റോഡിലായി. എന്നിട്ടും ഇതുവരെ സൂമിൽ നിന്ന് ഇറങ്ങാത്ത അമ്മമാരും അച്ചായന്മാരും ഉണ്ട്. സ്വോത്രം അമ്മമാർക്ക് സൂമ് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്ക അരിയുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലേലിയ സ്വോത്രം കൈ മുറിയായിരിക്കാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോണം. സ്വോത്രം സൂമിൻ്റെ മുമ്പിലിരുന്ന വെണ്ടയ്ക്ക അരിയുന്നത്. സ്വോത്രം അതിന് മാത്രമല്ല, സൂമിനോടനുബന്ധിച്ച് തമിഴ്നാട് എനിക്ക് തെരിയക്കൂടാതെ ഞങ്ങൾ കേരളത്തിൽ വന്ന അനേക പ്രവാചകിമാരായിരിക്കുക സൂമ് കഴിഞ്ഞതിന് ശേഷം. ഇന്ന് രാത്രി 7 മണിക്ക് മേശയിലിട്ട് അടിയ, ദാ വരുന്നു, ദോ വരുന്നു, ആറ്റിക്ക് പുതിയ വഴി വരുന്നു, ചെങ്കടൽ തുറക്കുന്നു. സ്വോത്രം ഉള്ള വഴി അടയാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്വോത്രം പുതിയ തുറന്നില്ലേലും വേണ്ട. അതുകൊണ്ടാണ് സൂം. സ്വോത്രം പിന്നെ ചില ദൈവസഭയിൽ ചില അച്ചായന്മാരും അമ്മച്ചിമാരും തമിഴ്നാട് പറയുക, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ സൂമി ഇരുന്ന് പ്രാർത്ഥന കാണുവാന്ന്. സ്വോത്രം അരിമயான പാസ്റ്റർമാരോട് அந்த மாதிரி அப்பாவுக்கும் அம்மாவுக்கு கிட்டணும், உங்கள் வீட்டுக்குள்ள ஏது காரியம் வந்தால் சூங்காரை கூப்பிட நாம் வர கூடாது. സ്വോത്രം അതിനായിട്ട് നന്ദി. സ്വോത്രം പള്ളിയിൽ ആരാധന നടന്നാലും സൂം ഇടത്തില്ല. നാളെ നിങ്ങൾ വന്നില്ലേലും നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. കമ്പ്യൂട്ടർ നല്ലതാ, 5G നല്ലതാ, നെറ്റ് നല്ലതാ, സൂമിനെ ഞാൻ കുറ്റം പറയത്തില്ല. അപ്പച്ച അമ്മച്ചി സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറ്റവും വിലപ്പെട്ടതാ. കരമുയർത്തുന്നവർക്കായി കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടന്നപ്പോൾ സഭ കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി കാരാഗ്രഹത്തിനകത്ത് വാതിലുകളെ തുറന്ന് പത്രോസിൻ്റെ കാലിനകത്ത് ചെരുപ്പിട്ട് പൊന്നു പോലെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി വെട്ടുവിളയിലെ ദൈവമക്കളോട് നിങ്ങളുടെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇവിടെ ഒരുപാട് ബിസിനസ്സുകാരും ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ വെള്ളിക്കൂട്ടത്തിനോ ശനിക്കൂട്ടത്തിനോ വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഞായറാഴ്ച 2 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങളുടെ സഭയെ വന്ന് മുട്ടുമടക്കാൻ താല്പര്യം കാണിക്കണം. ദൈവജനം താഴ്മയോടെ ഇരുന്ന് നിലവിളിച്ച് ഊരമ്പ് ചെങ്കവിളയിലും ചൂടാലും വെട്ടുവിളയിലും നിലവിളിക്കുമെങ്കിൽ പണ്ടത്തെ പോലൊരു ശുഭകാലം ദൈവം നമുക്ക് തരും. കരമുയർത്തുന്നവർക്കായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിന്ന് ഉപവസിക്കുന്ന, ഇടിവിൽ നിന്ന് കരയുന്ന വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കട്ടെ. എന്തായി സംഭവം? ഇന്ന് മുഴുവൻ ഓൺലൈനായി. ദാണ്ട കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു, നിങ്ങൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇനി അവൻ ലോകം ക്യാമറയിൽ കൂടി കാണാൻ പോകുന്നു. എല്ലാവരും പഠിച്ചില്ലേ? കാണും. പണ്ട് നമ്മുടെ ഇവിടെ ഊരമ്പിൽ ഒരാച്ചായനും അമ്മമ്മയും അവരുടെ കുഞ്ഞുങ്ങൾ ദുബായിലായിരുന്നു. ജോസും മരുമകൾ പണ്ട് ട്രങ്ക് കോൾ ബുക്ക് ചെയ്താൽ ഫോൺ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പാറശാലയോ BSNL കൊടുക്കും, അവർ കണക്ഷൻ കൊടുക്കും, വൈകിട്ട് കോൾ വിട്ടും അച്ചായനും അമ്മമ്മ ഒറ്റ വിളിയാണ്, ഹലോ ദുബായിലേക്ക്. 4 വീട്ടുകാരും കേൾക്കും, അടുത്ത വീട്ടിലെ നായയും കുരയ്ക്കും. ഇന്ന് അതൊന്നുമല്ല. ഇന്നെല്ലാം 14 ഇഞ്ച് ലാപ്ടോപ്പ് വഴി അവൻ കാണുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചു, സകലരും കമ്പ്യൂട്ടർ പഠിച്ചു. അവൻ മൊബൈൽ ക്യാമറ വഴി നിങ്ങളെ നോക്കും. സാത്താൻ അന്ത്യ ദിവസം അവൻ്റെ കണ്ണ് നിങ്ങളെ കാണും. അതാ മക്കളെ 4G കഴിഞ്ഞു, 5G കഴിഞ്ഞു. അവസാന രാത്രി ഞാൻ പ്രസംഗിക്കാം, 9Gയോടുകൂടി ലോകം അസ്തമിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, അവൻ്റെ കണ്ണ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്ധിയിലേക്ക് പോയി യേശു മടങ്ങി വരും. അരുമയാന തമിഴ് മക്കളെ, അവൻ മടങ്ങി വരും. ലോക സംഭവങ്ങൾ ഒറ്റ സയൻസൂടെ പറഞ്ഞൊരു വാക്യം പറഞ്ഞ് നിർത്താൻ, ബാക്കി നാളെ. രണ്ടാമത്തെ കാര്യം, സാത്താൻ ലോകത്തോട് സംസാരിക്കും.
അവിടെ വരെത്തി. ദാണ്ടേ ഗൂഗിൾ, നല്ല ഒരു അങ്കിളായില്ലേ ഗൂഗിൾ. ഇത് കേൾക്കണം. തമിഴ്നാട്ടുകാരൻ സുന്ദർ പിച്ചയ, ഇന്ത്യക്കാരൻ, ഒറിജിൻ തമിഴ്നാട്, അദ്ദേഹം ഈ ഗൂഗിൾ ഉണ്ടാക്കിയ സുന്ദർ പിച്ച. ആ ടെക്നോളജി ഇസ്രായേലിലേക്ക് പോയി കേൾക്കണം. സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? പണ്ട് റേഡിയോ നിലയങ്ങളായിരുന്നു. നാഗർകോവിൽ മത്സരിച്ച അരുമയാന ഇലക്ഷൻ കാൻഡിഡേറ്റ് ഇവിടെ വന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ കൂടി സംസാരിച്ചു, എനിക്ക് വോട്ട് തരണം, കൈപ്പത്തിയാകട്ടെ താമരയാകട്ടെ. തൊട്ട് ഊരമ്പ് ചന്തേടപ്പുറത്ത് തിരുവനന്തപുരം, ശശി തരൂർ കൈപ്പത്തി, രാജീവ് ചന്ദ്രശേഖർ താമര, പന്ന്യൻ രവീന്ദ്രൻ അരിവാൾ ചുറ്റിക. ആരും അറിഞ്ഞില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ സഹോദരിയുടെ മൊബൈൽ ഫോണിനകത്ത് വന്നു. ആർ വിളിച്ചു അറിയത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ മൻ കി ബാത്ത് 100ാമത്തെ എപ്പിസോഡ് 8 കോടി പേർ BSNL സോഫ്റ്റ്വെയർ വഴി കേട്ടത്. തീർന്നില്ല. അദ്ദേഹം തൃശ്ശൂർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ട്രാൻസ്ലേഷൻ ആൾ വേണ്ട, ദാണ്ട് നമ്മുടെ നല്ല സൗണ്ട് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടുത്തെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ കൊടുക്കുന്ന പോലെ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ലാപ്ടോപ്പ് മാറ്റി കൺവെർട്ടർ കൊടുത്തപ്പോൾ മോഡി സാറ് ഇംഗ്ലീഷ് ഹിന്ദി പറഞ്ഞ മലയാളത്തിൽ കേട്ടു. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇന്ന് രാത്രി ഇതാ എൻ്റെ സയൻസ്. ഇസ്രയേലിൻ്റെ പർവ്വതനിര പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല വേദം പഠിക്കണം, നല്ല നോളജ് നിങ്ങൾക്കുണ്ടാകണം. ഇസ്രയേലിൻ്റെ പർവ്വതനിര മെഗിദോ താഴ്വര. നമ്മുടെ കൺവെൻഷൻ 39ാമത് കൺവെൻഷൻ പോകുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ കമ്പ്യൂട്ടർ അവിടെ ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. ആ കമ്പ്യൂട്ടറിന്ന് ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി 600 ഭാഷ സംസാരിച്ചു തുടങ്ങി. തമിഴ്നാട്ടുകാർ കേൾക്കാനാണ് പറയുന്നത്. 600 ഭാഷ കൺവേർട്ട് ചെയ്തു. സോഫ്റ്റ്വെയർ 1000 ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പമുള്ളൊരു കമ്പ്യൂട്ടർ ആ മെഗിദോയിൽ സെറ്റ് ചെയ്യുന്നത്. അന്തിമ യുദ്ധം അവിടെ മെഗിദോ താഴ്വരയിലാണ് വരാൻ പോകുന്നത്. സഭയെടുക്കപ്പെടുമ്പോൾ മെഗിദോ ഹർമഗദോൻ അതിലേക്കാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ സൗണ്ട് മാറ്റി തരുമോ? ക്ലിയറാക്കി തരുമോ? 10 വർഷം കഴിയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ പേശുക എൻ്റെ അരുമയാന ദേവൻ സൊല്ലുകൃത കമ്പ്യൂട്ടർ മാറ്റിത്തരും. അത്ര ഇതായി വോയിസ് ട്രാൻസ്ലേറ്റർ ഇന്ത്യൻ പാർലമെൻറ്റിലുമായി. അങ്ങനെയെങ്കിൽ 2 പേർ ഇസ്രയേലിൻ്റെ വോയിസ് ട്രാൻസ്ലേറ്റർ എടുത്തു. അതൊന്ന് തമിഴ്നാട്ടിലെ അരുമയാന ഒരു ഊളിയക്കാരൻ മോഹൻ സി ലാസറസ്, കേട്ടോണം. അദ്ദേഹം തമിഴിൽ പേശിയാൽ ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കൊടുത്താൽ മലയാളത്തിലോ ഏത് ഭാഷയിലോ മാറ്റിത്തരാം. ട്രാൻസ്ലേഷൻ ആൾ വേണ്ട. ആ സംഭാഷണം ലാപ്ടോപ്പ് വഴി ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയറിൽ കൊടുത്താൽ മോഹൻ സി ലാസറസ് കൊടുക്കുന്ന അരുമയാന ചെയ്തി മലയാളത്തേക്കുള്ള കമ്പ്യൂട്ടർ മാറ്റും. നമ്പർ 1. ഇനി 2ാമത് ജോയിസ് മേയർ, ഒരമ്മാമ്മ TV പ്രസംഗിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കരമുയർത്താം. ജോയിസ് മേയർ. ജോയിസ് മേയർ കേരളത്തിൽ വന്നിട്ടില്ല, പക്ഷേ അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ്. ട്രാൻസ്ലേഷൻ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ എങ്കിൽ ഇന്നത്തെ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് വഴിയും കാര്യവും പറഞ്ഞു തരുന്നെങ്കിൽ ദാനിയേൽ 7:8 അവൻ്റെ കണ്ണ് നിങ്ങളെ കാണും. അടുത്ത വാക്ക് കുഞ്ഞൊന്ന് വായിച്ച് സഹായിക്കണം. വമ്പ് പറയുന്ന, വായിച്ചിട്ട് മോനെ, ദാനിയേൽ 7:8 വമ്പ് പറയുന്ന വായും. ഒന്ന് ക്ലിയറാക്കി താ. ദാനിയേൽ 7:8 വായിച്ച വാക്യം. ആ കൊമ്പുകളിൽ മനുഷ്യൻ്റെ വായിച്ച മോനെ, ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. നിങ്ങളുടെ ലാപ്ടോപ്പിൽ 3 ക്യാമറ, നിങ്ങളുടെ 4G മൊബൈലിൽ 3 ക്യാമറ. അതിനാസ്പദമായി ചാറ്റ് GPT ഇതാ വരുന്നു. മെസ്സഞ്ചർ കാൾ, വോയിസ് കാൾ, ബോട്ടീം കാൾ, വീഡിയോ കാൾ, ഇൻസ്റ്റാഗ്രാം കാൾ, സകലരും മുഖാമുഖം കാണുമെങ്കിൽ കർത്തൻ വരവിൽ കൈവിട്ടപ്പെട്ടാൽ ഈ ഇൻ്റർനെറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വഴി അവൻ മുഴുവൻ ലോകത്തെയും കാണാൻ പോകുന്നു. 2 വായിച്ചാട്ടെ. അവൻ പറയുന്ന വായും ഉണ്ടായിരുന്നു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഗൂഗിൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തമിഴ്നാട് മുതലഴിച്ചർ ഇങ്ങ ഇലക്ഷനിൽ നിന്ന് അരുമയാന കാൻഡിഡേറ്റ് നിങ്ങളോട് പേശിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് ലോകം പറയുന്നു 2040 ഈ സോഫ്റ്റ്വെയർ മുഴുവൻ വരും. ഒരുവൻ്റെ കാരണത്തിൽ ഒരുവൻ്റെ കയ്യിൽ ഭരണം വരും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അവൻ മെഗിദോ താഴ്വരയിൽ നിന്ന് ഉലകത്തോട് സംസാരിക്കുന്നത് ചെങ്കവിളയിലും ചൂടാലും നിദ്രവിളയിലും വെട്ടുവിളയിലും കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം. യേശു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ തമിഴ് മക്കൾ இந்த குமரி மாவட்டம் ஊரம்பில செய்திகள் கேட்குத மக்களே, இந்த நாட்களில் உங்கள் காணுகின்றெങ്കിൽ അവൻ നിയമത്തെ കയ്യിലെടുത്തു. ഹി വിൽ ടേക്ക് ദ ലോ ആൻഡ് ഓർഡർ. കോവിഡിൻ മറവിൽ നമ്മുടെ ഡേറ്റയെല്ലാം കൊണ്ടുപോയി
5G അടക്കം മനുഷ്യൻ മുഖാമുഖം കാണുന്നെങ്കിൽ അവൻ്റെ കണ്ണ് നിങ്ങളെ കാണും. താമസം വിന ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ടെക്നോളജിയായ ഗൂഗിൾ അത് ഇസ്രയേലിലേക്ക് വരുന്നു. 600 ഭാഷകൾ കൺവെർട്ട് ചെയ്തു. ഇനി കൺവെർട്ട് ചെയ്താൽ അവൻ്റെ ശബ്ദം ഉലകം കേൾക്കും. അതിനു മുമ്പ് കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുവേൻ. 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ക പാറശാല, ഇരണിയൽ, നാഗർകോവിൽ, കോവിൽ മറ്റ് നാഗർകോവിൽ, അവിടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ ചെന്നാൽ 2 ടിക്കറ്റ് കിട്ടും. വേണ്ട, നിങ്ങളിവിടെ പാറശാലക്കാർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് പോകുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ചെങ്കവിളയിൽ നിന്ന് 2 ചെറുപ്പക്കാർ പോയി. ഒരുവൻ ജോമോൻ, നാടൻ ഒരുവൻ ജോസ്. 2 പേർക്കും തൃശ്ശൂർ പോകണം. ജോമോൻ അവിടെ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്നു. ജോസ് തത്കാൽ തൃശ്ശൂരിന് പോകാൻ 180 രൂപ കൊടുത്ത് S422 ടിക്കറ്റ് എടുത്തു. 9:30 കന്യാകുമാരി, മുംബൈ, തിരുവനന്തപുരത്ത് വരെ. 9 മണിക്ക് അവർ ചായ കുടിക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, യാത്രയോं ശ്രദ്ധ ധ്യാൻ के लिए कन्याकुमारी, एर्नाकुलम, कोक्कर, मुंबई तक जाने वाला जयंती जनता 1 नंबर प्लाटफॉर्म में थोड़ी सी देर बाद आएगा. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരി, എറണാകുളം, ബോംബെ വരെ പോകുന്ന ജയന്തി 9:30 ഒന്നാമത്തെ പാളത്തിൽ കൃത്യസമയത്ത് എത്തിച്ചേരും. 2 പേരുടെ കയ്യിലും ടിക്കറ്റ് ഉണ്ട്. നിങ്ങളിത് കേൾക്കണം. ജോമോൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ജോസിൻ്റെ S422. 2 പേര് പ്ലാറ്റ്ഫോം 4ൻ്റെ അവിടെ വന്നു. കഷ്ടകാലത്തിൻ്റെ TTR അവിടെ നിന്നു. ജോമോൻ ചാടിക്കയറാൻ നോക്കി. ടിക്കറ്റ് TTR മേടിച്ചു. 10 രൂപ ഫ്ലാറ്റ് ടിക്കറ്റ്. അയ്യാ, ഇത് ട്രെയിനുക്കുള്ള പോകാതെ എങ്കിൽ അണ്ണാച്ചിക്കടയിൽ നിന്ന് ടീയെ പോടുന്നതുക്ക് താൻ അരുമയാണ് ടിക്കറ്റ്. 10 രൂപയുടെ പ്ലാറ്റ്ഫോം അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് ചായ അടിച്ചോളാം. സോദരം ജോസിൻ്റെ ടിക്കറ്റ് S4 സീറ്റ് നമ്പർ 22. അയ്യാ, ഉങ്ക സീറ്റ് ഇங்கே இருக்குது, പക്കത്ത് വന്ന് നോക്കാറ്. അവനെ പിടിച്ച് സീറ്റ് കാണിക്കും. എത്ര പ്രസംഗം കേട്ടിട്ട് ഇതുവരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നീ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നാൽ ട്രെയിൻ നിന്നെ വിട്ട് കടന്നു പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവൻ ലോക സംഭവം കാണുമ്പോൾ പറയും, എൻ്റെ ട്രെയിൻ വരാറായി, ചൂളമടി തുടങ്ങി. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ ദൂതന്മാർ മീണകൾ വീട്ടുന്ന കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു. ആദ്യ രാത്രിയാണ്. പല പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാത്തവർ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. ഇവിടുത്തെ ഒരു പ്രത്യേകത, സെൻട്രൽ ട്രാവൻകൂറിൽ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത, ഈ തമിഴ്നാട് മേലെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആര് കേട്ടാലും ഏത് കേട്ടാലും 10 കോളാമ്പി 10 ബോക്സെങ്കിലും എവിടെങ്കിലും വെക്കും. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുത്തനെങ്കിലും വീട്ടിൽ നിന്ന് കേട്ടോളൂ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കേണ്ടിയുണ്ട് പറയുക. സ്വോത്രം. പച്ച മനുഷ്യൻ ഈ പോക്ക് പോയാൽ എവിടെ എത്തും? പ്രിയ സഹോദര, പഴയ നിയമത്തെ പാരമ്പര്യത്തിൽ ഒരുവൻ നിന്ന് ശൗൽ കഴുതി അന്വേഷിച്ച് പോയവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. അവൻ പക്ഷേ ദാവീദിന് പോസ്റ്റ് വിട്ടുകൊണ്ടിരുന്നു. അവസാനം അവൻ്റെ ഒരു മോനുണ്ടായിരുന്നു, യോനാഥാൻ. അവൻ അപ്പൻ്റെ സ്വോത്രം കയ്യിലെ പേശിയെ പിടിച്ചേ നടക്കത്തുള്ളൂ. വചനം കേട്ടാലും രക്ഷപ്പെടിയല്ലോ. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കത്തില്ല. അപ്പച്ചൻ്റെ വടിയിൽ ഇങ്ങനെ പിടിച്ചവനാ യോനാഥാൻ. അവസാനം അപ്പൻ്റെ കൂടെ ഗിൽബോറായി പോയി. ഒന്നും അറിയത്തില്ലായിരുന്നു. ആ പയ്യൻ്റെ നെഞ്ചത്തിട്ടൊരു കുത്ത് കിട്ടി. കണ്ടോ, നീ പാരമ്പര്യത്തിൽ നിന്ന് വചനമനുസരിക്കാതെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഇങ്ങനെ കൊടയും പിടിച്ച് നടന്ന നിൻ്റെ ഗതി അതോ ഗതിയ. സ്വോത്രം. നാടൻ ഭാഷ. സ്വോത്രം. അവൻ അവിടെ തീർന്നു. അപ്പൻ പോസ്റ്റിട്ടു ദാവീദിന്. അഭിഷേകമുള്ളവന് വരെ പോസ്റ്റിട്ട കർത്താവ് കാര്യം നിവർത്തിച്ചോളും. അതുകൊണ്ട് ശൗൽ അവിടെ തീർന്നു. സ്വന്തം ദാവീദിനെ എറിഞ്ഞ കുന്തം സ്വർഗം അവനോട് പറഞ്ഞു, ഇത് തന്നെ നീ വെച്ചോ. അവസാനം അഭിഷിക്തൻ എഴുതിയ കുന്തം കൊണ്ട് തീർന്നു. അതാ പാരമ്പര്യത്തിനകത്ത് നിന്ന് ദൈവത്തെ കാണാതെ നിൻ്റെ ഇഷ്ടത്തിനകത്ത് വടിയും കൊടയും പിടിച്ചാൽ നീ ഇവിടെ കടന്നു പോകും. പക്ഷേ കോരകെന്ന് പറഞ്ഞ് കൺവെൻഷൻ്റെ ലഘുലേഖ കിട്ടിയ 2 പിള്ളേരുണ്ട്, കോരകിൻ്റെ പുത്രന്മാർ. അവർ നമ്മുടെ സ്റ്റേജിലൊന്നും പാടിയിട്ടില്ല. പാറശാലയും മുണ്ടപ്ലാവിലും അതുപോലെ തന്നെ ചെങ്കപിള്ളയൊക്കെ 2 ലഘുലേഖയും കർത്താവിൻ്റെ വരവിൻ്റെ ബുക്കൊക്കെ മേടിച്ചുകൊണ്ട് അവന്മാർ ഇത് പഠിച്ച് അവരപ്പന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല, നിങ്ങൾ പറയുന്നൊന്നുമല്ല ശരി, ഈ വചനമാ ശരി. അപ്പോൾ പള്ളിയിലൊരു കമ്മിറ്റി പ്രശ്നം വന്ന് അവറാച്ചാൻ, തോമാച്ചാൻ, കറിയാച്ചാൻ, ദാദാൻ, അബീരാം, കോരക് ഇങ്ങനെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് പിടി കിട്ടത്തുള്ളൂ. സ്വോത്രം. ഇവർ 3 പേര് എങ്ങനെയെങ്കിലും പള്ളി അടപ്പിക്കാൻ നോക്കുക. കുഞ്ഞുങ്ങൾ പറഞ്ഞ്, നിങ്ങളുടെ കൂട്ടത്തിലില്ല, ദൈവത്തിൻ്റെ ന്യായവിധി വരും. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞവരുടെ, അപ്പാ പാരമ്പര്യത്തിൽ ഞങ്ങൾ നിൽക്കത്തില്ല, പക്ഷെ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പള്ളിയിലെ പട്ടക്കാരൻ ഞങ്ങളെ കയറ്റിയില്ലേലും പാസ്റ്റർ ഞങ്ങളെ കയറ്റിയില്ലേലും വെട്ടുപിള വന്നിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണം. ഇതിൻ്റെ പേരാ തീരുമാനം. കരമുയർത്തുന്നവർക്കായി അവരെ പള്ളി കയറ്റണമെന്നവർ പറഞ്ഞില്ല. വചനത്തോട് ദൈവാലയത്തോട് മറുതലിച്ച ദാദാൻ, അബീരാം, കോരഹ്
ഭൂമി നെടുകെ പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ ജീവന്റെ വചനത്തിന് വേണ്ടി പള്ളി കയറണ്ട, ആലയത്തിൻ്റെ മുറ്റത്ത് നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ സങ്കീർത്തനം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. இந்த கன்வென்ஷன் கூட்டது முதலாவது இரவு. அப்பாவுக்கு பாரம்பரியத்தை இந்த யோனாதா பர்வதத்துக்குள்ள வச்சவன் தீர்ந்து போய் என்ன அப்பா കൂട്ടത്തെ വിട്ട് കാൽവറിയെ നോക്കി യാത്ര ചെയ്ത കോരകിൻ്റെ മക്കൾ ഒരു കാര്യം പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുവാ ഞങ്ങളെ ബലപ്പെടുത്തണമേ. இந்த കൺവെൻഷൻ കൂടെ முதலாவது ചെയ്തിയുടെ അവസാന നിമിഷം വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പീൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിർത്താൻ പോകുന്നു. ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് വായിക്കാം. പിന്നെ ലൂക്കോസ് 13:6-7-8 വയനാട് ഇപ്പോൾ അവസാനിപ്പിക്കാം. ലൂക്കോസ് 13:6-7-8 വായിച്ചിട്ട് മക്കളെ ഈ ഉപമയും പറഞ്ഞു. എല്ലാവരും കേട്ടോണം. കോവിഡ്, വയനാട് ദുരന്തം, ഇതെല്ലാം അതിനകത്ത്. അവനെ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. ചങ്കവിളെ നോക്കി ഒരു ഫലവും അടുത്തത് കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഉയരത്തിലെ ദൈവം പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ യേശുവിനോട് പറഞ്ഞതാ, യവനെ ഇനിയും വെച്ചേക്കണ്ട, വീട്ടിൽ നിന്ന് കോടാലി എടുത്തുകൊണ്ട് വന്നാട്ടെ. 3 കൊല്ലമായിട്ട് വെട്ടുവിളെ നിലത്തിന് നാട്ടുകാർക്കും പ്രയോജനമില്ല നിൽക്കുന്നു. വായിച്ചാട്ട് കുഞ്ഞ അടുത്ത വാക്ക്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. വെട്ടുവിളെ ഒരു പ്രയോജനമില്ലാതെ ഫലം തിരഞ്ഞു വരുന്നു. അടുത്തത് കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളക. മുന്തിരിത്തോട്ടത്തെ അത്തി വരുന്ന ഇസ്രായേലിന്റെ കഥ എങ്ങനോ വന്നതാ. എന്നിട്ട് തോട്ടക്കാരനോട് പറഞ്ഞ് ഇതെടുത്ത് വെട്ടിക്കളയ. അതിന് പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ നാഥൻ സ്വർഗത്തോട് അപ്പന്റെ സന്നിധിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ. വായിച്ചാട്ട് മോനെ, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഒരു പ്രയോജനമില്ല നിലത്തെ നിഷ്ഫല. അതിന് അവൻ കർത്താവേ ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഒരാണ്ടും കൂടെ ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. കരമുയർത്തുന്നവർക്കായി മേലാൽ. അടുത്തത്, മേലാൽ കായ്ച്ചില്ലെങ്കിലോ മതി. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ എന്നെ ദൈവം ബലപ്പെടുത്തണമേ. കരമുയർത്തുന്നവർക്കായി. കോവിഡിനകത്ത് എത്ര പേര് പോയി അപ്പച്ച അമ്മച്ചി, വയനാട്ടിൽ കിടന്നുറങ്ങി എത്ര പേര് പോയി. അതിൻ്റെ നടുവിൽ 1 വർഷവും കൂടെ എന്നെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാ. എൻ്റെ കയ്യിൽ ഒരു ഗുണവുമില്ല, ഞാൻ വെറുതെ നിന്നതാ. എത്ര പ്രാവശ്യം കോടാലി ഈ വൃക്ഷത്തിൻ്റെ ചവിട്ടിൽ വെച്ചു. അതിൻ്റെ നടുവിൽ പക്ഷപാതം ചെയ്യുന്ന നാഥൻ നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയും ജീവിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നിർത്താം. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. ഇവിടെ ഒരിക്കൽ ചെങ്കവിളെ ഞാൻ പറഞ്ഞു കാണും, വളരെ വായിച്ച പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹം ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു, പെരിയ മരുത്തുവമലയും ഡോക്ടർ. അവർക്ക് എന്താ ചെയ്തെന്നറിയാം? ഒരു ദിവസം അദ്ദേഹത്തിന് കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് പോകണം. പിറ്റേന്നൊരു പെരിയ കോൺഫറൻസ്. അദ്ദേഹം വൈകിട്ട് 5:30 പ്ലെയിൻ 4:30 എയർപോർട്ടിൽ വന്നു. എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു. മാനേജർ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഞാൻ മേജർ ക്യാൻസർ ഓൺകോളജിസ്റ്റ് അറ്റ് USA, ഏറ്റവും വലിയ ക്യാൻസറിൻ്റെ ഓൺകോളജി തലവന്, എനിക്കൊരു വിമാനം വിട്ടു തന്നേ പറ്റൂ ടുമാറോ കോൺഫറൻസ്. അദ്ദേഹം പറയും, സാറ് കാണുന്നില്ല, 24 hours ഷട്ട് ഡൗൺ ബിക്കോസ് ഹൈലി വിൻഡഡ്, അഥവാ ഭയങ്കര കാറ്റടിക്കുന്നു. സാറിന് വേണേൽ ഒരു കാർ എടുത്ത് 9 മണിക്കൂർ ഓടിച്ചാൽ ഡാലസിച്ചല്ല. പുള്ളി കശക്കി പറഞ്ഞു. അവസാനം കാർ എടുത്തു പോയി. 5 മണിക്ക് കാർ വിട്ടു. നമ്മുടെ ഈ ചെങ്കവിള അല്ലെങ്കിൽ തമിഴ്നാട് പോകുന്ന കൊല്ലങ്കോട് പോലുള്ള വിരികോട് അങ്ങനെയുള്ള റോഡുകളിൽ പക്കത്തെ പോയി. വെട്ടവും വെളിച്ചവും 9 മണി കഴിഞ്ഞു. കയ്യിൽ ചായയും കാപ്പിയില്ല. ഒരു ചിമ്മിനി വെളിച്ചത്തിൻ്റെ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു കപ്പ് കാപ്പി കിട്ടാൻ. അവിടെ ഒരു വീടിനകത്ത് 2 കൊച്ചു വിളക്കുകൾ കത്തി നിൽക്കുന്നു. കാർ അവിടെ ചെന്നു, കോളിംഗ് ബെല്ലടിച്ചു. ഒരു സഹോദരി വന്നു, പേര് പറഞ്ഞു, ഡോക്ടർ എന്നല്ല, മൈ നെയിം ഈസ് മാർക്ക്, കോൾ ഈസ് ടു മൈ സിസ്റ്റർ, മേക്ക് എ കോഫി ഫോർ മീ. ഭയങ്കര തണുപ്പ്, എൻ്റെ പേര് മാർക്കെന്ന്, ഒരു ചായ ഇട്ട് തരുമോ? സഹോദരി നല്ല വാക്ക് പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്ത് 5 minutes, 5 മിനിറ്റ് നിങ്ങൾക്കൊരു കോഫി ഇട്ട് തരാം. 2 മിനിറ്റ് വെള്ളം വച്ചു. ഹീറ്ററിൽ വെള്ളം ചൂടാകുമ്പോൾ സഹോദരി അടുത്ത റൂമിലേക്ക് ഓടിപ്പോകുന്നു. 5 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് ഇങ്ങനെ പറയുന്നു, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടർ മാർക്കിനെ കാണും. ഡോക്ടറുടെ അകം ഒന്ന് കത്തി. അയാളൊരു നിരീശ്വരവാദിയാണ്. ഇവരെന്തായി പ്രാർത്ഥിക്കുന്നത്? 5 മിനിറ്റ് കഴിഞ്ഞ് ചായ കൊടുത്ത് ചോദിച്ചപ്പോൾ, നീ എന്താ പ്രാർത്ഥിക്കുന്നത്? ആരാ കുഞ്ഞ്? അവൾ പറഞ്ഞ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് കഴിഞ്ഞ 2 വർഷമായി എൻ്റെ ഒരു ആൺകുഞ്ഞ ക്യാൻസറാണ്, ഈ പട്ടണത്തിൽ ചികിത്സ കൊടുത്ത് ഇനി അടുത്ത പട്ടണം, അവിടെ ഒരു സർജനുണ്ട്, ഡോക്ടർ മാർക്ക് പൈസയില്ല, താങ്കളുടെ പേരാ അദ്ദേഹത്തിന്. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അദ്ദേഹം ആദ്യം ചോദിച്ചൊരു കാര്യമുണ്ട്, നിൻ്റെ വീട്ടിൽ ബൈബിളുണ്ടോ? കൊണ്ടുവരാൻ പറഞ്ഞ് ആദ്യം ചോദിച്ചത്. അവൾ ഓടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു.
ഡോക്ടർ ആ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ അന്വേഷിക്കുന്ന ഡോക്ടർമാർക്കാ നിൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ 24 മണിക്കൂർ വിമാനം അടച്ചിട്ടതിൻ്റെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. എൻ്റെ കാർ നിൻ്റെ വീട്ടുമുറ്റത്ത് വരണം. ദൈവം എത്ര വിശ്വസ്തനാ! ഈ കാർ ഈ വീട്ടുമുറ്റത്ത് കൃത്യമായിട്ട് ചവിട്ടി നിർത്തണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന യേശു ജീവിക്കുന്നു. അവൻ സകലത്തിനും പരിഹാരകൻ. ആ കുഞ്ഞന് അദ്ദേഹം മാറോട് ചേർത്ത് ആ കുഞ്ഞെന്ന് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു ക്രൂസൈഡ് കണ്ടിട്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, ആരും പറഞ്ഞിട്ടല്ല. ഒരു സഹോദരിയുടെ കണ്ണുനീരിന് മുൻപിൽ ഞാൻ ഓടിച്ച കാർ ആ വീട്ടുമുറ്റത്തെത്തണമെങ്കിൽ അവൾ ഉയർത്തുന്ന യേശു എൻ്റെ രക്ഷകൻ. ഇന്ന് രാത്രി കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഇന്ന് രാത്രി വെട്ടുവിളയിൽ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അമേരിക്കയിലെ ഡാലസിലല്ല, നിന്റെ വീട്ടുമുറ്റത്തിനകത്ത് ഒരു കാർ കൊണ്ട് നിർത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരു സാക്ഷി, മറ്റൊരു സാക്ഷി. അങ്ങനെയെങ്കിൽ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. നാളെ രാത്രി വെളിപ്പാട് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്ത് 7:15 ആരംഭിക്കും. വളരെ നേരത്തെ നിർത്തണം. ഒരിക്കൽ കൂടി ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ അരുമயான നാളുകൾ இந்த ദിനങ്ങളിലെ പോകുന്നത്. ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. അവൻ വരുന്നതിന് മുമ്പ് നിയമം മാറ്റും. അതിപ്പോൾ നടക്കുന്നു. അവൻ്റെ ക്യാമറ ഉലകത്തെ കാണും. അതിനു മുമ്പ് അഗ്നിജ്വാലകത്തെ കണ്ണുള്ളവൻ. അവൻ ഇൻ്റർനെറ്റ് വഴി സകലരോട് സംസാരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അത് ഗൂഗിളിലേക്ക് മെഗദവിലേക്ക്. അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദേവപിള്ളകളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. വയനാട്ടിലെ പാറകളെല്ലാം മാറിപ്പോയി, വയനാട്ടിലെ കുന്നുകളെല്ലാം ഇടിഞ്ഞുപോയി. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ കൺമലയായ കർത്താവ് നമ്മളെ കാത്തവരായി. എല്ലാവരും കരുത്തെ തട്ടി കൊയറിനോട് ചേർന്നൊരു അരുമயான പാടൽ. എന്തൻ കൺമലയാനവരെ ഉന്നെ കാക്കെ ദേവൻ നിറ. എല്ലാ കരങ്ങളും അടിച്ച് കരമടിച്ച് ശക്തിയോടെ ഒരു അരുമயான തമിഴ് പാടൽ പാടി ഇന്ന് രാത്രി കർത്തരക്കും മഹിമ. എല്ലാ കരങ്ങളും അടിച്ച് യെസ്, കരം തട്ടി കർത്തർക്കും മഹിമയും. എല്ലാ തമിഴ് പിള്ളകളും കൺമലയാനവരേ എന്നെ കാക്കും ദൈവം നീരേ. നമ്മെ കാത്ത ആണ്ടവർ കൺമലയാനവരേ എന്നെ കാക്കും ദൈവം നീരേ. വല്ലമായി നിരന്തവരേ மகிமைக்கு பாத்திரரே. வல்லமை மாட்சிமை நிறந்தவரே மகிமைக்கு பாத்திரரே. ஆராதனை ஆராதனை உமக்கே, 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 ஆராதனை உமக்கே. உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழ செய்தே. உந்தன் சிறகுகளின் நிழலில் என்றென்றும் மகிழ செய்தே. தூயவரே தூயவரே என் துணையாளரே துதிக்கு பாத்திரரே. தூயவரே என் துணையாளரே துதிக்கு பாத்திரரே. ஆராதனை ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. பலவீன நேரங்களில் கிருபை தந்தீரையா. பலவீன நேரங்களில் கிருபை தந்தீரையா. യേശുരാജാ ബലനാനീൻ എതർക്കും ഭയമില്ലയേ. യേശുരാജാ ബലനാനീൻ എതർക്കും ഭയമില്ലയേ. ആരാധന
ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ. എല്ലാ മക്കളും പാടി ആരാധിച്ചാട്ടെ. ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ, ആരാധനൈ ഉമക്കേ. ഉயிருള്ള നാട്കളെല്ലാം ഉമ്മை പുകഴ്ந்து പാടിടുവേ. ഉயிருള്ള നാട്കളെല്ലാം ഉമ്മை புகழ்ந்து பாடிடுவே. ராஜா நீ செய்த நன்மைகளை எண்ணிய துதித்திடுவே. எல்லா மக்களும் ராஜா நீ செய்த நன்மைகளை எண்ணிய துதித்திடுவே. ஆராதனை ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஓ ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே, ஆராதனை உமக்கே. சக்தியோட உணர்வோட ஆராதனை உமக்கே, ആരാധനൈ ഉമക്കേ. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് അപ്പച്ചന ഓ ആരാധനൈ ഉമക്കേ. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിച്ചാട്ടെ. മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ ഇന്ന് രാത്രി ആലയത്തിനകത്ത് വ്യാപരിക്കട്ടെ. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകൾ എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി, ഇത് കെട്ടുകൾ പൊട്ടുന്ന രാത്രി. ഇന്ന് രാത്രി അല്പസമയം കരമടിച്ച് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കൃപയേ 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 കൃപയേ. മക്കളെ, നമ്മുടെ മുൻപിൽ സമയം അധികമില്ല. 2 മിനിറ്റ് വൈകിപ്പോയി. ഒരു കാര്യം കൂടെ, നിന്നെ വിളിച്ചവൻ. എല്ലാ മക്കളും ശ്രദ്ധിച്ചാട്ടെ. ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ മുൻപിൽ നിന്നു. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അവനെ കെരീത്ത് തോട്ടിൽ കൊണ്ടിരുത്തി 80 മൈൽ നിന്നൊരു കാക്കയെ അയച്ചു. അപ്പോൾ ഇറച്ചിയും കെരീത്ത് തോട്ടിൽ വെള്ളവും കിട്ടി. ചില നാളുകൾ കഴിഞ്ഞു. മകനെ മകളെ തായെ തകർപ്പരെ തോട് പറ്റി കാക്കയുടെ വരവ് നിന്ന് അവൻ ആരോടും പരാതി പറഞ്ഞില്ല. 39ാമത് കൺവെൻഷനിൽ ചില തോട് പറ്റിയ കുഞ്ഞുങ്ങളുണ്ട്. ആരോടും പരാതി പറയണ്ട. നിന്റെ ഇരിപ്പ് കെരീത്തിലെങ്കിൽ നിന്നെ സരാഫത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഏലിയാവിന് വേണ്ടി ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരം ഉയർത്തുന്നവർക്കായി ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അമ്മച്ചി, ചില തോട് പറ്റിയെങ്കിൽ പറ. കലത്തിനകത്ത് മാവിനെ തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. സഹോദരാ, ചില ഉറവകൾ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്ത്. ഭരണിക്കകത്ത് എണ്ണ തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിന്റെ ഇടുക്കത്തിൻ്റെ അവസ്ഥകൾ മാറ്റി സരാഫത്തിനകത്ത് ഒരു വിധവയുടെ ഭവനമൊരുക്കി ഏലിയാവിനെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ കണ്ണുനീരിനെ മാനിക്കും. ആ കണ്ണുകൾ അടച്ചുകൊണ്ട് വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നല്ല കാലാവസ്ഥ, ഇത്രയും ദേവപിള്ളകൾ വന്നു. സ്വർഗത്തിൻ ക്യാമറ ഇന്ന് രാത്രി ഇന്ന് ചർച്ചക്കുള്ള ഓൺലൈൻ മീഡിയയിലെ ക്യാമറ അപ്പൻ കണ്ണുകൾ ഇന്ന് രാത്രി ആണ്ടവരിൻ വല്ലമായി ചില കുഞ്ഞുങ്ങളിലേക്ക് ഏലിയാവിനെ തൊട്ട കരം, അവന് വേണ്ടി വഴി തുറന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വഴി തുറക്കും. യെസ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ. ആ കരങ്ങൾ ഉയർത്തിയാട്ടെ, കരങ്ങൾ ഉയർത്തിയാട്ടെ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ. യെസ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതയവ താങ്ങി നടത്തിടും പൊൻകരത്താൽ. നിന്നെ കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയർമയുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതയവ താങ്ങി നടത്തി
ഉയർത്തിയിടും പൊൻകാരത്താൽ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ അരുതും നീരക്കാവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക മരുഭൂപ്രയാണത്തിൽ നായകൻ നിനക്കില്ലയോ കരുതും നീരക്കാവൽ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. நாம் எல்லாரும் அப்படி நிற்கிற வண்ணமாக இந்த 39வது வருடாந்திர கன்வென்ஷன் கூட்டத்தை ஆரம்ப நேரம் முதல் இந்த முதல் நாள் கூட்டத்தை தேவன் நமக்கு ஆசீர்வதித்து தந்தபடினாலே நாம் எல்லாரும் நிற்கிற வண்ணமாக நம்முடைய பரலோகத்தின் தேவனை எல்லாரும் ஸ்தோத்திரம் பண்ணி கர்த்தரை மகிமைப்படுத்துவோம். ஸ்தோத்திரா 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 ஸ்தோத்திரா. ஆரம்பம் முதல் இதனுடைய கடைசி நேரம் வரைக்கும் ஆவியானவர் நம் நடுவிலே பலமாய் கிரியை செய்து நம் நடுவிலே அசைவாடி நம்மை ஆசீர்வதித்து கொண்டே இருந்தார். அதற்காக எல்லாரும் ஆண்டவரை ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரா ஸ்தோத்திரா. நல்ல எச்சரிப்பின் தேவ செய்தியை கேட்கும்படியாக மீண்டும் இந்த நல்ல வாய்ப்பை பரலோகத்தின் தேவன் நமக்கு தந்தார். அதற்காக ஆண்டவரை ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரா 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 ஸ்தோத்திரா. இயற்கை செயற்கை எல்லாவற்றையும் தேவன் நமக்கு அனுகூலமாக சாதகமாக மாற்றி தந்தபடினாலே கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். கூட்டி சேர்த்த எல்லா ஆண்டுடைய பிள்ளைகளுக்காக ஆண்டவரை ஸ்தோத்திரம் பண்ணுவோம். மேடையில் அமர்ந்திருக்கிற எல்லா கர்த்தருடைய தாசர்களுக்காக ஆண்டவரை ஸ்தோத்திரம் பண்ணுவோம். இந்த நாளிலேயும் ஆண்டுடைய வசனத்தை வல்லமையோடு பிரசங்கித்த கர்த்தருடைய தாசர் அவர்களை இன்னும் வல்லமையாய் கர்த்தர் பலப்படுத்தி ஆசீர்வதித்து பயன்படுத்தும்படியாய் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். நல்ல அருமையான பாடல்கள் மூலமாக பாடி இசைகள் மூலமாக ஆண்டுடைய நாமத்தை மகிமைப்படுத்தின கர்த்தருடைய தாசர்களுக்காக ஆண்டவரை ஸ்தோத்திரம் பண்ணுவோம். அல்லேலூயா அல்லேலூயா அல்லேலூயா. நம்முடைய பிதாவாய் தேவனை ஸ்தோத்திரம் பண்ணுவோம். குமாரனாய் கிறிஸ்து இயேசுவை ஸ்தோத்திரம் பண்ணுவோம். பரிசுத்த ஆவியாய் தேவனை ஸ்தோத்திரம் பண்ணுவோம். அல்லேலூயா. அப்படி எல்லாரும் முழங்கால் படியிடுவோம். கடைசி ஜெபமாக நம்முடைய கனத்துக்குரிய பாஸ்டர் ஸ்டீபன் மாணிக்கம் அவர்கள் ஜெபிப்பார்கள். அதுக்கு பிற்பாடு ஆசீர்வாத ஜெபத்தை நம் நடுவில் வந்திருக்கிற கனத்துக்குரிய பாஸ்டர் சேவியர் அவர்கள் ஆசீர்வாத ஜெபத்தை பண்ணி இந்த கொடுகையை முடித்துக் கொள்வார்கள். தேங்க்யூ லார்ட். நன்றியோடு நகலும் ஸ்தோத்திரிக்கிறப்பா. வானத்திற்கும் பூமிக்கும் சகல அதிகாரம் படைத்து பரலோகத்தின் மகா பரிசுத்தமும் கிருபை இரக்கமுள்ள நல்ல பிதாவே, எங்கள் அன்பு தகப்பனே, நன்றியோடு நகலுமை ஸ்தோத்திரிக்கிறோம். கர்த்தாவே மகு ஸ்தோத்திரம். வெட்டுவிளை ஜெப வீட்டினுடைய 39வது மாபெரும் கன்வென்ஷன் நாளாகிய முதல் நாளிலே கர்த்தராகிய தேவன் மத்தியில் இறங்கி வந்திருக்கிறதற்காய் ஸ்தோத்திரம். தகப்பனே, ஆரம்ப ஜெப நேரங்களை ஆசீர்வதித்தீரே. பாடல் துதி ஆராதனைகளை தேவன் ஆசீர்வதித்த மகத்தான் அன்புக்காய் ஸ்தோத்திரம்.
தேவனே மகு ஸ்தோத்திரம் அப்பா. அழைக்கப்பட்ட தேவதாசரை கொண்டு அற்புதமான மகிமையான ஆண்டவரே கடைசி கால செய்திகளை ஆண்டவர் தந்ததற்காய் ஸ்தோத்திரம். ஒளிபெருக்கின் எல்லைக்குட்பட்ட நிலைமையிலிருந்து கடைசி கால செய்திகளை கேட்ட ஒவ்வொரு ஜனத்தோடு ஆண்டவர் இடைப்பட்ட மாபெரும் அன்பிற்காய் ஸ்தோத்திரம். ஆலயத்திற்குள்ளேயும் ஆலயத்திற்கு வெளியே இருக்கிற ஜனங்கள், இந்த தேசவாசிகள், சத்தம் கேட்ட எல்லா ஜனங்களும் சத்தினுடைய கண்கள் ஜனங்களை காண்பதற்கு முன்பு சீக்கிரமாய் மகிமையில வெளிப்பட போகிற ஜீவகாந்தன் இயேசுவுடைய கண்கள் காணக்கூடிய அளவிற்கு நம்முடைய ஜனங்கள் வரவு ஆயத்தமாக வேண்டும் என்று சொல்லி நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, வசனங்கள் அறிவித்த நம்முடைய தாசனை தொடர்ந்து தேசத்தின் நடுவில் ஆண்டவர் ஆயிரங்களுக்கு மத்தியிலே ஆண்டவர் பயன்படுத்துவீராக. மேடை அலங்கரித்திருக்கிற எல்லா பரிசுத்தவான்களுக்காய் ஸ்தோத்திரம். வந்திருக்கிற எல்லா தெய்வ மக்களுக்காய் ஸ்தோத்திரம். தேவனுடைய ராஜ்யம் ஜனங்களுடைய உள்ளத்தில் ஸ்தாபிக்கப்பட வேண்டும் என்று சொல்லி பல ஆயிரக்கணக்கான பணங்களை செலவு செய்து விசுவாச மக்களோடு இணைந்து இவ்விடத்தில் ஊழியம் செய்கிற தாசருக்காக, குடும்பத்திற்காக, ஊழியத்திற்காக நன்றி செலுத்துகிறோம். எல்லாரையும் கர்த்தர் ஆசீர்வதியும். நம்முடைய ஜனங்கள் போகும்போது சமாதானத்தோடு தெய்வ பாதுகாப்போடு செல்ல கர்த்தர் உதவி செய்யும். கூட்டத்தின் மூலமாய் வருகிற எல்லா கனத்தையும் மகிமையும் உமக்கே நாங்கள் ஏறெடுக்கிறோம். இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபம் கேளும் நல்ல பிதாவே, ஆமென். எல்லாரும் சொல்லுவோம், நாச்சுமாவே கர்த்தரை ஸ்தோத்திரி, என் முழு உள்ளமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, அவர் செய்த சகல உபகாரங்களையும் மறவாதே. ஆமென். ஆசீர்வாதம் நம்முடைய கர்த்தரும் இரட்சகருமாய் இயேசு கிறிஸ்துவின் கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்த ஆவியின் அனுநயிக்க சிநேகமும் கிருபையும் பாதுகாவலும் பராமரிப்பின் சதா காலங்களிலும் நம் அனைவரோடும் ஜெபித்த எல்லா காரியங்களோடு உலகத்தின் சகல பரிசுத்தவான்களோடும் ஊழியத்தை நிறைவேற்றின தம்முடைய மக்களோடும் இந்த திருச்சபையோடும் திருச்சபையின் குடும்பங்களோடும் போதகரோடும் வந்திருக்கிற அத்தனை பிள்ளைகளோடும் ஆண்டவராய் இயேசு கிறிஸ்துவின் வருகை மட்டும் ஆமென்றும் ஆமென் என்றும் மாறாது தங்கி நிலைத்திருப்பதாக. ஆமென், ஆமென், ஆமென். அல்லேலூயா, அல்லேலூயா, அல்லேலூயா. பிரைஸ் தி லார்ட்.